അമ്പലത്തറയിലെ സ്നേഹവീടിന് വേണ്ടി നിർമ്മിക്കുന്ന മൂന്നാമത്തെ കെട്ടിടത്തിന് ശിലാസ്ഥാപനം നടത്തി. പെട്രോളിയം പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് സെൽ ഡയറക്ടർ ജനറൽ പി മനോജ് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ. ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും ഭിന്നശേഷി കുഞ്ഞുങ്ങൾക്കും വേണ്ടി അമ്പലത്തറയിൽ പ്രവർത്തിച്ചു വരുന്ന സ്നേഹവീട് ഉദാത്തമായ സേവനമാണ് നടത്തിവരുന്നതെന്ന് പെട്രോളിയം പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് സെൽ ഡയറക്ടർ ജനറൽ പി മനോജ് പറഞ്ഞു. സ്നേഹവീടിന് വേണ്ടി നിർമ്മിക്കുന്ന മൂന്നാമത്തെ കെട്ടിടത്തിന് ശിലാസ്ഥാപനം നടത്തിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഠിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഹിന്ദി ഗുണം ചെയ്തു. ഡൽഹിയിലാണ് ഞാൻ 27 വർഷമായിട്ട് എൻ്റെ കർമ്മ മേഖല. എങ്കിൽ കൂടി പല മേഖലകളിലൂടെ പല സെക്ടറിലൂടെ ഞാൻ എൻ്റെ 27 വർഷത്തെ ഉദ്യോഗ ജീവിതം കടക്കുമ്പോഴും നീലേശ്വരവും കാസർഗോഡും തീർച്ചയായിട്ടും ഒരു മനസ്സിൽ എന്താ പറയുക, ഒരു സ്നേഹത്തിൻ്റെ ഒരു നൂൽബന്ധത്തിലൂടെ കടന്നു പോവുകയും വർഷങ്ങളിൽ 4-5 പ്രാവശ്യം കാസർഗോഡ് വരുമ്പോഴൊക്കെ നെഹ്റു കോളേജ് ആണെങ്കിലും മറ്റ് എന്താ പറയുക സന്നദ്ധ സംഘടനകളുടെ എന്തെങ്കിലും പ്രോഗ്രാമുകൾ പങ്കെടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു വിനോദം എന്ന രീതിയിലൊക്കെ ഉപരി എൻ്റെ ഒരു ഉത്തരവാദിത്വം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ എപ്പോഴും നാടുകളിൽ സന്ദർശിക്കാറുള്ളത്. തീർച്ചയായിട്ടും ഇപ്രാവശ്യത്തെ ഒരു നാട്ടിലേക്കുള്ള ഒരു വരവ് ഇത്രയും പ്രൗഢഗംഭീരമായ ഒരു സദസ്സിനെ അഭിമുഖീകരിക്കാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സ്നേഹവീട് മാനവികതയുടെ അടയാളമാണെന്ന് മുഖ്യ പ്രഭാഷണം നടത്തിയ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ പ്രസിഡന്റ് നിസാർ തളങ്കരയും അഭിപ്രായപ്പെട്ടു. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ, കോടമ്പളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രീജ, പഞ്ചായത്ത് അംഗങ്ങളായ CK സബിത, AV കുഞ്ഞമ്പു എന്നിവരും ഡോക്ടർ അംബികാസുധൻ മാങ്ങാട്, ഗലീജ് നാരായണൻ നായർ, ബാലകൃഷ്ണൻ തച്ചങ്ങാട്, വേണു പാലക്കൽ, ജയചന്ദ്രൻ വയലാങ്കുഴി, നാസർ കുനിയിൽ, E അശോകൻ, കുമാരൻ മാണിമൂല, റാംജി, P ഷീജ, നസീർ കുനിയിൽ, രാജൻ കരിവള്ളൂർ, സുരേന്ദ്രൻ കൂക്കാനം, സുരേന്ദ്രൻ മീങ്ങോത്ത്, സുലേഖ മാഹിൻ, രാമചന്ദ്രൻ പുഞ്ചാവി, ഐശ്വര്യ കുമാരൻ, P പത്മാവതി, അഡ്വക്കേറ്റ് K പീതാംബരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ സ്വാഗതവും മുനീസ അമ്പലത്തറ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പെരിയ.